കേസ് പ്രതികളുടെ പോലീസ് സ്റ്റേഷന് മുന്നിലെ ഓണാഘോഷത്തിൽ നിയമ നടപടി. അന്വേഷണത്തിന് ഉത്തരവിട്ട എഡിജിപി IP ബിനുവിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നീക്കം. തന്റെ കൈകൾ ശുദ്ധമെന്ന് ആവർത്തിച്ച് പിണറായി വിജയൻ. തനിക്കോ മകൾക്കോ ഹവാല ഇടപാടിൽ പങ്കില്ല. ഇഡി വിചിത്ര നടപടികൾ സ്വീകരിക്കുന്നത് വീണ തന്റെ മകളായതുകൊണ്ട്. ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ വീണ നൽകുമെന്നും പിണറായി. നെഹ്റു ട്രോഫിയിൽ പുത്തൻ താരോദയം. അരോമ ചുണ്ടൻ ജലരാജാവ്. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത് ഫോട്ടോ ഫിനിഷിലെ വിജയത്തോടെ. തുഴഞ്ഞെത്തിയത് 4 മിനിറ്റ് 23 സെക്കൻഡുകൾക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്ത് ജയിലിൽ തുടരണം. ജാമ്യാപേക്ഷ കോടതി തള്ളി. മുൻ ബോർഡംഗം A അജികുമാറിന് ആരോഗ്യാവസ്ഥ പരിഗണിച്ച് ജാമ്യം. SFI മുൻ സെക്രട്ടറി PM മാർഷോയ്ക്കെതിരെ MG സർവകലാശാലയുടെ അന്വേഷണം. ഹാജരില്ലാതെ 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയ നടപടിയിൽ പരിശോധന. പുതിയ അന്വേഷണം ഇടത് സിൻഡിക്കേറ്റ് ഒത്തുതീർപ്പാക്കിയ കേസിൽ. PSC പരീക്ഷാ ക്രമക്കേടിൽ ഇടപെട്ട് ഗവർണർ. ബന്ധപ്പെട്ട പരാതികളിൽ PSC സെക്രട്ടറിയെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദ്യം. അന്വേഷണവുമായി PSC പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി. മംഗലാപുരം മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കിയതോടെ കേരളത്തിന് വൻ തിരിച്ചടി. ഡിവിഷന്റെ വരുമാനത്തിൽ 60% വരെ കുറവുണ്ടായേക്കും. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിലും തിരിച്ചടി. റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം തീരുമാനിക്കാനുള്ള പൂർണ്ണാധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് KMRL. പേരുമാറ്റം സംബന്ധിച്ച് ഇതുവരെ കേന്ദ്ര സർക്കാർ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. കേരളത്തിൽ മറ്റു പദ്ധതികൾ കൂടി വരുന്നത് പരിഗണിച്ചാണ് പേരിൽ മാത്രം മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തതെന്നും വിശദീകരണം. തിങ്കളാഴ്ച മുതൽ മിഡിൽ ഈസ്റ്റിൽ ഉപരോധ യുദ്ധം. ഇറാനെതിരായ US സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും. ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്ന ഏതൊരു രാജ്യത്തിനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US. ചൈന ഉൾപ്പെടെയുള്ള ടെഹ്റാന്റെ പ്രധാന വ്യാപാര പങ്കാളികളെയും ബാധിച്ചേക്കാം. അതിനപ്പുറമുള്ള പരമാധികാരം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് തുല്യമെന്ന് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഇറാൻ പ്രസിഡന്റ്. US-നേക്കാൾ ശക്തമായ നിലയിലാണിപ്പോൾ ഇറാൻ എന്ന അവകാശവാദം. യുദ്ധത്തിൽ ഇറാൻ വിജയം നേടിയെന്ന് ലോകം അംഗീകരിച്ചെന്നും മസൂദ് പെസഷ്കിയാൻ. ത്രിരാഷ്ട്ര മക്ക ഉടമ്പടിയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ സൗദി സന്ദർശിക്കും. ഇന്ത്യയിലേക്ക് വരില്ലെന്നും സ്ഥിരീകരണം.